ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ആ മനുഷ്യനെ പീഡിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ശ്രമങ്ങൾ, സോളാർ കേസ് എന്ന് പറഞ്ഞൊരു ഇല്ലാ കഥ പൊക്കിക്കൊണ്ടുവന്ന് ആ മനുഷ്യനെ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനാക്കിയത്, അതിനുശേഷം നിരന്തരം ആ മനുഷ്യനെ പീഡിപ്പിച്ചത്, ആ മനുഷ്യനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്, അവസാനം CBI അന്വേഷണം പ്രഖ്യാപിച്ചത്, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഹൃദ്രോഗബാധ ഉണ്ടായി. അപ്പോൾ 2014 ജനുവരി 13 എന്ന് പറയുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ UDF അധികാരത്തിലിരിക്കുന്നു. 2014 ജനുവരിയിൽ കേന്ദ്രത്തിൽ UPA സർക്കാരും അധികാരത്തിലിരിക്കുക. അപ്പോൾ കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഹൃദ്രോഗബാധ ഉണ്ടായി. ആ ഹൃദ്രോഗബാധ ഉണ്ടായതിനെ തുടർന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഈ PT ചാക്കോ തൻ്റെ പുസ്തകത്തിൽ ഒരല്പം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. താൻ വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോയാൽ അത് നാട്ടിൽ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് ചികിത്സിക്കുന്ന സാധാരണക്കാരായ രോഗികൾക്കും പൊതുസമൂഹത്തിനും തെറ്റായ സന്ദേശം നൽകും. ഇതാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് പല പല സ്ഥലങ്ങളിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകണമെന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? താൻ വിദേശത്തേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് പോയാൽ അത് നാട്ടിൽ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് ചികിത്സിക്കുന്ന സാധാരണക്കാരായ രോഗികൾക്കും പൊതുസമൂഹത്തിനും തെറ്റായ സന്ദേശം നൽകും. എന്നിട്ട് ഒരു വാചകം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അല്പം ഭയമുണ്ടെന്ന് താൻ പറഞ്ഞപ്പോൾ സാധാരണക്കാരനായ ഒരാളെ ചികിത്സിക്കുകയാണെന്ന് കരുതിയാൽ മതി എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കൺസൾട്ടേഷന് പോലും 10 ദിവസം വിദേശത്തേക്ക് പറക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ കേരളത്തിലെ ഒരു സാധാരണ മെഡിക്കൽ കോളേജിൽ തൻ്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്ന് പറയുന്ന, താൻ വിദേശത്തേക്ക് പോയാൽ അത് തെറ്റിദ്ധാരണാജനകമായിട്ട് ജനങ്ങൾക്കും ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് ജീവിക്കുന്ന രോഗികൾക്കും തോന്നും എന്നും പറയുന്ന ഒരു മുഖ്യമന്ത്രി നമ്മൾക്കിടയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ മറക്കാൻ കഴിയുമോ? നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 2ാം അനുസ്മരണ ദിനമായിരുന്നു കഴിഞ്ഞ 2 ദിവസം മുൻപ് പുതുപ്പള്ളിയിൽ സമുചിതമായി കൊണ്ടാടിയത്. പുതുപ്പള്ളി വലിയ പള്ളിയിൽ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ തിരുനാൾ കൊണ്ടാടിയത്. ഈ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് ദീർഘകാലം ഉമ്മൻചാണ്ടിയുടെ കൂടെ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന PT ചാക്കോ വിസ്മയ തീരത്ത് എന്നൊരു പുസ്തകം കൂടി ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്യുകയുണ്ടായി. ഉമ്മൻചാണ്ടിയുടെ ജീവിതവും ഉമ്മൻചാണ്ടിയുടെ ഭരണവും എല്ലാമായിരുന്നു പുസ്തകത്തിൻ്റെ പ്രമേയം. താൻ ദീർഘനാൾ ഉമ്മൻചാണ്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഓർമ്മ പങ്കുവയ്ക്കൽ കൂടിയായിരുന്നു PT ചാക്കോയെ സംബന്ധിച്ചിടത്തോളം വിസ്മയ തീരത്ത് എന്ന പുസ്തകത്തിലൂടെ നടത്തിയത്. ഈ പുസ്തകത്തിൻ്റെ 381 പേജ് മുതൽ ഏതാണ്ട് 403-404 പേജുകളിലേക്ക് എത്തുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ അസുഖ വിവരങ്ങളെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇതൊന്ന് പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ എടുത്തു പറയുന്നത്. ഇന്ന് നമ്മുടെ മന്ത്രി മുഖ്യന് ഏതെങ്കിലും തരത്തിലൊരു അസ്കിത ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് അല്ലെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക്, മദ്രാസിലെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന കാലഘട്ടമാണ് ഇത്. അപ്പോഴും അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജും പറയുന്നു, കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ്, ലോകോത്തരമായ ചികിത്സാ രീതികൾ കേരളത്തിലെ ആശുപത്രികളിൽ ലഭ്യമാകുന്നു എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുമ്പോഴും മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർക്കും എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഒരു കാരണവശാലും സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്കോ സർക്കാർ ആശുപത്രികളിലേക്കോ ചികിത്സ തേടി വരാതെ അവർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്കോ സ്വകാര്യ ആശുപത്രികളിലേക്കോ അല്ലെങ്കിൽ വിദേശങ്ങളിലേക്കോ സംസ്ഥാനത്തിന് വെളിയിലേക്കോ ചികിത്സയ്ക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്ന PT ചാക്കോ തന്റെ വിസ്മയ തീരത്ത് എന്ന പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ മലയാളിയെ അതിശയപ്പെടുത്തുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ കേന്ദ്രത്തിൽ UPA സർക്കാരും അധികാരത്തിലിരിക്കുന്നു. അതായത് കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന കാലം
ഈ സമയത്ത് ഉമ്മൻചാണ്ടിക്ക് ഒരു ഹൃദ്രോഗ ബാധയുണ്ടാകുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സ് അദ്ദേഹത്തെ പരിശോധിക്കുന്നു. വിദഗ്ധമായ പരിശോധനകൾ തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും അതുപോലെ തന്നെ അവിടുത്തെ ഉയർന്ന ഡോക്ടേഴ്സിനും നിരവധി വിഭാഗങ്ങളിൽ നിന്നും നിരവധി വലിയ വലിയ ആളുകളിൽ നിന്നും സമുന്നതരായ വ്യക്തികളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളിൽ നിന്നുമെല്ലാം ഫോൺ കോളുകൾ തുരുതുര പ്രവഹിക്കുന്നു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനെ വിളിക്കുന്നു. ഉമ്മൻചാണ്ടിയെ നമുക്ക് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കോ വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടി കൊണ്ടുപോകാം. മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ച എല്ലാ ആളുകളുടെയും ആവശ്യം ഇത് തന്നെയായിരുന്നു, ഉമ്മൻചാണ്ടിയെ രാജ്യത്തിന് വെളിയിൽ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകാം എന്നതായിരുന്നു. ഇവിടെ കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സുഹൃത്തുക്കളും കുടുംബക്കാരും വീട്ടുകാരും എല്ലാവരും മെഡിക്കൽ കോളേജിൽ എത്തി ഡോക്ടേഴ്സിനോട് പറഞ്ഞതും ഇത് തന്നെയാണ്, നമുക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയെ മറ്റെങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം. എന്തായാലും ഡോക്ടർമാർ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ആൻജിയോഗ്രാമിന് നിർദ്ദേശിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് ഇത്തരം ചികിത്സാ രീതികൾ അത്യാവശ്യമായ സമയമാണ് എന്ന് പറയുന്നു. ഉമ്മൻചാണ്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്ന മുറിയിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയുടെ തൊട്ടടുത്ത ബന്ധുക്കളും സുഹൃത്ത് വലയങ്ങളും എല്ലാം ഉണ്ട്. ഈ സമയത്താണ് ഉമ്മൻചാണ്ടിക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി വിദേശത്തേക്ക് ശുപാർശ ചെയ്തുകൊണ്ട് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ വിളിച്ചിരുന്നു എന്ന് ഡോക്ടർ ഉമ്മൻചാണ്ടിയോടും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തോടും വെളിപ്പെടുത്തുന്നത്. പി ടി ചാക്കോ തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഈ സമയത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞു, അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് സംസാരിക്കാവുന്ന അവസ്ഥയിൽ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും, അതായത് എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ സുഹൃത്തുക്കളും സ്നേഹിതരും ബന്ധുക്കളും എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. ഒരു 5 മിനിറ്റ് നേരം ഞാൻ എൻ്റെ കുടുംബക്കാരുമായി ഇക്കാര്യത്തിൽ ഇനി എന്താണ് വേണ്ടത് എന്നൊന്ന് കൂടി ആലോചിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത ബന്ധുക്കൾ മാത്രം, ഇമ്മീഡിയറ്റ് ബ്ലഡ് റിലേഷൻസിലുള്ള ആളുകൾ മാത്രം അവിടെ നിൽക്കുന്നു. ബാക്കി എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു. 5 മിനിറ്റിന് ശേഷം ഉമ്മൻചാണ്ടി ഇവരെ എല്ലാവരെയും വീണ്ടും മുറിക്കകത്തേക്ക് വിളിച്ചുകൊണ്ട് പറയുന്നു, ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ സുഹൃത്തുക്കളുടെയോ എല്ലാം സഹായം സ്വീകരിച്ചുകൊണ്ട് അമേരിക്കയിലേക്കോ മറ്റിതര വിദേശ രാജ്യങ്ങളിലേക്കോ വിദഗ്ധ ചികിത്സ തേടി പോകുമ്പോൾ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർമ്മിക്കേണ്ടതുണ്ട്. സാധാരണ മെഡിക്കൽ കോളേജുകളെയും, അതായത് സർക്കാർ മെഡിക്കൽ കോളേജുകളെയും സർക്കാർ ആശുപത്രികളെയും ആശ്രയിച്ച് ചികിത്സിക്കുന്ന രോഗികൾക്ക് അതൊരു വ്യക്തമായ സന്ദേശം നൽകുന്നതായിരിക്കും, ദുസ്സൂചനയുടെ സന്ദേശം നൽകുന്ന യാത്രയായിരിക്കും. അതായത് സർക്കാർ ആശുപത്രികളെയും സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളെയും വിശ്വസിച്ചുകൊണ്ട് ചികിത്സ തേടുന്ന സാധാരണക്കാരായ രോഗികൾക്ക് ഇവിടുത്തെ സർക്കാർ ആശുപത്രികളും സർക്കാർ മെഡിക്കൽ കോളേജുകളും ചികിത്സയ്ക്ക് ഉപയുക്തമല്ല. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി വിദേശത്തേക്ക് പറന്നിരിക്കുന്നത് എന്നൊരു ധാരണ ഉളവാക്കുവാൻ എൻ്റെ ഈ പോക്കുകൊണ്ട് സാധിക്കും. അത് ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് ആൻജിയോപ്ലാസ്റ്റിയോ ആൻജിയോഗ്രാമോ എന്ത് തരത്തിലുള്ള വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെങ്കിലും അത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയാൽ മതി. ഇതാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ തീരുമാനം എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പ്രത്യേകം കേൾക്കേണ്ടതാണ്. കാരണം അദ്ദേഹം അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ നിരവധി തവണയാണ് തൻ്റെ ഒരു അസുഖത്തിന് വേണ്ടി ചികിത്സ തേടിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും കേരള സർക്കാരിൻ്റെ ഖജനാവിലെ കോടിക്കണക്കിന് രൂപയെടുത്ത് അദ്ദേഹം അമേരിക്കയിൽ ചികിത്സിക്കാൻ പോകുമ്പോൾ എന്ത് രോഗത്തിനാണ് താൻ അമേരിക്കയിൽ ചികിത്സിക്കാൻ പോകുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെയും കേരളത്തിൽ ജനങ്ങളോട് വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ രോഗവിവരം സ്വകാര്യമായി സൂക്ഷിക്കുവാൻ പിണറായി വിജയന് അർഹതയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അധികാരമുണ്ട്. എന്നാൽ പൊതു ഖജനാവിലെ പണം എടുത്തുകൊണ്ട് അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ചികിത്സിക്കാൻ പോകുന്നത്, ഏത് അസുഖത്തിന് വേണ്ടിയാണ് ചികിത്സിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുവാനുള്ള ബാധ്യത, ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. കാരണം ഞാനും നിങ്ങളും എല്ലാം കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പണത്തിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത്. ഫലത്തിൽ ഇത് തന്നെയാണ് ഉമ്മൻചാണ്ടി വേണ്ടെന്ന് വെച്ചത്. ഇവിടുത്തെ സാധാരണക്കാരൻ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നും പണം എടുത്തുകൊണ്ട് എനിക്ക് വിദഗ്ധ ചികിത്സ നടത്തുവാൻ വേണ്ടി ഞാൻ വിദേശത്തേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും നല്ല ചികിത്സ ലഭ്യമല്ല എന്നുള്ളൊരു ദുസൂചന ഈ യാത്രയിലൂടെ ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ ചികിത്സ ഈ മെഡിക്കൽ കോളേജിൽ തന്നെ മതി, കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ മതി എന്നാണ് അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഇങ്ങനെ പറയാനുള്ള ആർജവം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലാതെ പോയത് എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വിസ്മയതീരത്ത് എന്ന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ വിദേശത്ത് പോകേണ്ടതിനെ ആരും തടയുന്നില്ല.
എന്നാൽ അദ്ദേഹത്തിന് എന്താണ് അസുഖം, എന്തിനു വേണ്ടിയാണ് ചികിത്സ തേടുന്നത് എന്ന് വ്യക്തമാക്കുവാനുള്ള ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, നമ്മുടെ പൊതു ഖജനാവിലെ നികുതി പണം എടുത്തുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. കൂടാതെ കേരളത്തിലെ ആരോഗ്യരംഗം ലോകോത്തര മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റേത് ആരോഗ്യരംഗത്തെക്കാളും മികച്ച സേവനങ്ങളും ചികിത്സയും ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമെല്ലാം ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം തള്ളിമറിക്കുമ്പോഴാണ് പിണറായി വിജയൻ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മയോ ക്ലിനിക്കിലേക്ക് പോകുന്നത്. വീണ ജോർജ് അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ മറ്റ് ഇതര മന്ത്രിമാരെല്ലാവരും സ്വകാര്യ ആശുപത്രികളിലേക്കോ മറ്റ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്കോ ചികിത്സ തേടി പോകുന്നത്. അതായത് സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ യാത്ര എന്നോർക്കുമ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തത് അന്ന് എത്രയോ വലിയ മഹത്തായ കാര്യമാണ് എന്ന് ഓർമ്മ വരുന്നത്. ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ചവിട്ടിത്താഴ്ത്തിയിട്ടുമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്, രാഷ്ട്രീയ നേതാവ് തന്നെയാണ് പിണറായി വിജയൻ. ഇല്ലാത്ത സോളാർ കെട്ടുകഥയുണ്ടാക്കി സോളാർ സരിത എന്നൊരു യുവതിയെ ഇറക്കി ഉമ്മൻചാണ്ടി അവരെ പ്രകൃതി വിരുദ്ധമായ രീതിയിൽ ലൈംഗികമായി ഉപയോഗിച്ചു എന്നൊക്കെ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും തേജോവധം ചെയ്യുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആനന്ദം കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് ആ കേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കൈകാര്യം ചെയ്തിരുന്ന വിജിലൻസ് അന്വേഷിച്ചു, യാതൊരു തുമ്പും കിട്ടുന്നില്ല. പിന്നീട് നാട്ടുകാരെ ബോധിപ്പിക്കുവാൻ വേണ്ടി CBIക്ക് അന്വേഷണം വിടുന്നു. CBIയും ആ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ യാതൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല, കെട്ടിച്ചമച്ച കേസാണെന്ന് കണ്ടെത്തുന്നു, ഉമ്മൻചാണ്ടിയെ വെറുതെ വിടുന്നു. ഭാഗ്യത്തിന് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെയായിരുന്നു ഈ കേസിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് CBI ഇത്തരം ഒരു ഉത്തരവ് പ്രകടിപ്പിച്ചത് എന്നതിനാൽ അദ്ദേഹത്തിന് മനസമാധാനത്തോടുകൂടി തൻ്റെ ജനങ്ങളുടെ മുന്നിൽ താൻ കള്ളനല്ല എന്ന് തെളിയിക്കപ്പെട്ടു എന്നുള്ള സമാധാനത്തോടുകൂടി ഈ ലോകം വിട്ടുപോകുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന PT ചാക്കോ വിസ്മയതീരത്ത് എന്ന ഒരു പുസ്തകത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇങ്ങനെ എഴുതുമ്പോൾ, ഈ തരുണത്തിൽ അതായത് നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം വിദേശയാത്ര ചെയ്തുകൊണ്ട് ചെറിയൊരു ചികിത്സയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും കോടിക്കണക്കിന് രൂപ മുടക്കി വിദേശ ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളെ സമീപിക്കുമ്പോൾ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പ്രസക്തി ഏറി വരികയാണ്. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ അസുഖം ഗുരുതരമായി കഴിഞ്ഞപ്പോൾ, അദ്ദേഹം അബോധാവസ്ഥയിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ അദ്ദേഹത്തെ വിദേശത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോവുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം അറിഞ്ഞിരുന്നാൽ അദ്ദേഹം ഒരുപക്ഷെ അത് വിലക്കിയേനെ. എന്നാൽ വിദഗ്ധമായ ചികിത്സ വിദേശത്ത് വേണമെന്നുണ്ടെങ്കിൽ അത് ആർക്കും ആവാം, നമ്മൾ നിഷേധിക്കുന്നില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളോട് വ്യക്തമാക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചു മാറിക്കൊണ്ട് സർക്കാർ സംവിധാനങ്ങളെയെല്ലാം പുച്ഛിച്ച് തരം താഴ്ത്തിക്കൊണ്ട് ഇത്തരം ചികിത്സകൾ തേടുമ്പോഴാണ് അതിൽ അനൗചിത്യമുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പുസ്തകം ഒരു വട്ടമെങ്കിലും വായിക്കാൻ ഇടവന്നാൽ എത്ര നന്നായിരുന്നു എന്ന് തന്നെയാണ് ഈ പുസ്തകം വായിച്ചപ്പോൾ ഓർമ്മ വന്നത്. നന്ദി, നമസ്കാരം. താൻ വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോയാൽ അത് നാട്ടിൽ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് ചികിത്സിക്കുന്ന സാധാരണക്കാരായ രോഗികൾക്കും പൊതുസമൂഹത്തിനും തെറ്റായ സന്ദേശം നൽകും. ഇതാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് പല പല സ്ഥലങ്ങളിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകണമെന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? താൻ വിദേശത്തേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് പോയാൽ അത് നാട്ടിൽ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് ചികിത്സിക്കുന്ന സാധാരണക്കാരായ രോഗികൾക്കും പൊതുസമൂഹത്തിനും തെറ്റായ സന്ദേശം നൽകും. എന്നിട്ട് ഒരു വാചകം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അല്പം ഭയമുണ്ടെന്ന് താൻ പറഞ്ഞപ്പോൾ സാധാരണക്കാരനായ ഒരാളെ ചികിത്സിക്കുകയാണെന്ന് കരുതിയാൽ മതി എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഒരു ചെറിയ കാര്യമാണോ സുഹൃത്തുക്കളെ? അത് നമുക്ക് മറക്കാൻ പറ്റുമോ? ഒരുപാട് സമ്മർദ്ദങ്ങൾ വന്നു. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. രാഷ്ട്രപതി എന്ന് പ്രണാബ് മുഖർജിയാണ് രാഷ്ട്രപതി വിളിക്കുന്നു, സോണിയാഗാന്ധി വിളിക്കുന്നു. ഏറ്റവും കൂടുതൽ അധികാരം കയ്യിലുള്ള ആളാണ്. അയാൾക്ക് ലോകത്ത് ഏത് ആശുപത്രിയിലും പോയി ചികിത്സിക്കാം. പക്ഷേ അതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് പറഞ്ഞതെന്താ? വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോയാൽ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് ചികിത്സിക്കുന്ന സാധാരണക്കാരായ രോഗികൾക്കും പൊതുസമൂഹത്തിനും തെറ്റായ സന്ദേശം നൽകും. ഇതാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഇതാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ പറയേണ്ട വാചകം. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, അദ്ദേഹം അവിടെ നിന്ന് പോയി. അപ്പം ഇത് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയും സുഹൃത്തുക്കളെ. ഒരു കൺസൾട്ടേഷന് പോലും
10 ദിവസം വിദേശത്തേക്ക് പറക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ കേരളത്തിലെ ഒരു സാധാരണ മെഡിക്കൽ കോളേജിൽ തൻ്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്ന് പറയുന്ന, താൻ വിദേശത്തേക്ക് പോയാൽ അത് തെറ്റിദ്ധാരണാജനകമായിട്ട് ജനങ്ങൾക്കും ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് ജീവിക്കുന്ന രോഗികൾക്കും തോന്നും എന്നും പറയുന്ന ഒരു മുഖ്യമന്ത്രി നമ്മൾക്കിടയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ മറക്കാം.